നമസ്തേ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ടെൻസസ് വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ടെൻസ് ഓരോ കാലത്തിലും പ്രധാനപ്പെട്ട 3 തരം വാക്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സിമ്പിൾ സെന്റൻസ്, സാധാരണ വാക്യങ്ങൾ. നെഗറ്റീവ് സെന്റൻസ്, നിഷേധവാക്യങ്ങൾ, ഇല്ല എന്നർത്ഥം വരുന്നവ. 3 ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നത്. ആദ്യം പ്രസന്റ് ടെൻസ്, വർത്തമാനകാൽ. പ്രസന്റ് ടെൻസ്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, സാമാന്യ വർത്തമാനകാൽ. ഇത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ പഠിക്കുന്നു, മേ പഠിത്താഹും. ഞാൻ പഠിക്കുന്നു, മേ പഠിത്താഹും. സിമ്പിൾ സെന്റൻസ്. അടുത്ത നെഗറ്റീവ് സെന്റൻസ്, ഞാൻ പഠിക്കുന്നില്ല, മേ നഹി പഠിത്താഹും. ഞാൻ പഠിക്കുന്നില്ല. ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഞാൻ പഠിക്കുന്നുണ്ടോ, ക്യാ മേ പഠിത്താഹും. ഞാൻ പഠിക്കുന്നുണ്ടോ. നോട്ട് ചെയ്യേണ്ടത്, പെൺകുട്ടിയാണെങ്കിൽ പഠിത്ത എന്നതിന് പകരം അവിടെ പഠിത്തി എന്ന് പറയും. 2 പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അപൂർണ്ണ വർത്തമാനകാൽ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മേ പഠ് രഹാഹും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, മേ നഹി പഠ് രഹാഹും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ക്യാ മേ പഠ് രഹാഹും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പൂർണ്ണ വർത്തമാനകാൽ. ഒരു കാര്യം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. മേനെ പഠാഹേ. ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പഠിച്ചിട്ടില്ല, മേനെ നഹി പഠാഹേ. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചോ, ക്യാ മേനെ പഠാഹേ. ഞാൻ പഠിച്ചോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പൂർണ്ണ അപൂർണ്ണ വർത്തമാനകാൽ. കുറേ നേരമായി അല്ലെങ്കിൽ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. ഞാൻ 2 മണിക്കൂറായി പഠിക്കുകയാണ്, മേ 2 घंटे से पढ़ रहा हूँ. ഞാൻ 2 മണിക്കൂറായി പഠിക്കുകയാണ്. സിമ്പിൾ സെന്റൻസ്. അടുത്തത് നെഗറ്റീവ് സെന്റൻസ്, ഞാൻ 2 മണിക്കൂറായി പഠിക്കുന്നില്ല, മേ 2 घंटे से नहीं पढ़ रहा हूँ. ഞാൻ 2 മണിക്കൂറായി പഠിക്കുന്നില്ല. അടുത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഞാൻ 2 മണിക്കൂറായി പഠിക്കുകയാണോ, ക്യാ മേ 2 घंटे से पढ़ रहा हूँ. ഞാൻ 2 മണിക്കൂറായി പഠിക്കുകയാണോ. ഓക്കെ. അടുത്ത ഭൂതകാൽ, പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ്. അതിൽ സാമാന്യ ഭൂതകാൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സാമാന്യ ഭൂതകാൽ. ഒരു കാര്യം കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു, കൃത്യമായ സമയം പറയാതെ. അവൻ പഠിച്ചു, ഉസ്നെ പഠാ. അവൻ പഠിച്ചില്ല, ഉസ്നെ നഹി പഠാ. അവൻ പഠിച്ചില്ല. അവൻ പഠിച്ചോ, ക്യാ ഉസ്നെ പഠാ. അവൻ പഠിച്ചോ. അപൂർണ്ണ ഭൂതകാൽ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അപൂർണ്ണ ഭൂതകാൽ. കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവൻ പഠിക്കുകയായിരുന്നു, വഹ് പഠ് രഹാ താ. ഇത് സിമ്പിൾ സെന്റൻസ്. ഇത് നെഗറ്റീവ് സെന്റൻസ്. അവൻ പഠിക്കുകയായിരുന്നില്ല, വഹ് നഹി പഠ് രഹാ താ. ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അവൻ പഠിക്കുകയായിരുന്നു, ക്യാ വഹ് പഠ് രഹാ താ.
ക്യാ വഹ് പഠ് രഹാ ഥാ അവൻ പഠിക്കുകയായിരുന്നു. പൂർണ്ണ ഭൂതകാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒരു കാര്യം ഭൂതകാലത്തിൽ തന്നെ പൂർണ്ണമായും കഴിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഒരു കാര്യം ഭൂതകാലത്തിൽ തന്നെ പൂർണ്ണമായും കഴിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവൻ പഠിച്ചിരുന്നു. വഹ് പഠ് ചുക്കാ ഥാ. വഹ് പഠ് ചുക്കാ ഥാ അവൻ പഠിച്ചിരുന്നു. ഇത് സിമ്പിൾ സെന്റൻസ്. ഇത് നെഗറ്റീവ് സെന്റൻസ്. അവൻ പഠിച്ചിരുന്നില്ല. വഹ് നെഹി പഠ് ചുക്കാ ഥാ. വഹ് നെഹി പഠ് ചുക്കാ ഥാ അവൻ പഠിച്ചിരുന്നു. ക്യാ വഹ് പഠ് ചുക്കാ ഥാ. ക്യാ വഹ് പഠ് ചുക്കാ ഥാ. ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. പൂർണ്ണ അപൂർണ്ണ ഭൂതകാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പൂർണ്ണ അപൂർണ്ണ ഭൂതകാൽ ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയം മുതൽ നടന്നുകൊണ്ടിരുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഉദാഹരണം നോക്കാം. ആദ്യം സിമ്പിൾ സെന്റൻസ്. അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു. വഹ് സുബഹ് സേ പഠ് രഹാ ഥാ. വഹ് സുബഹ് സേ പഠ് രഹാ ഥാ അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു. അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നില്ല. വഹ് സുബഹ് സേ നെഹി പഠ് രഹാ ഥാ. വഹ് സുബഹ് സേ നെഹി പഠ് രഹാ ഥാ അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു. ക്യാ വഹ് സുബഹ് സേ പഠ് രഹാ ഥാ. ക്യാ വഹ് സുബഹ് സേ പഠ് രഹാ ഥാ അവൻ രാവിലെ മുതൽ പഠിക്കുകയായിരുന്നു. തേർഡ്, ഭവിഷ്യകാൽ ഫ്യൂച്ചർ ടെൻസ്. ഭാവികാലം സാമാന്യ ഭവിഷ്യകാൽ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സാമാന്യ ഭവിഷ്യകാൽ ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കും എന്ന് പൊതുവായി സൂചിപ്പിക്കുന്നു. സിമ്പിൾ സെന്റൻസ്. അവൻ പഠിക്കും. വഹ് പഠേഗ. അവൻ പഠിക്കും. വഹ് പഠേഗ. നെഗറ്റീവ് സെന്റൻസ്. അവൻ പഠിക്കില്ല. വഹ് നെഹി പഠേഗ. അവൻ പഠിക്കില്ല. വഹ് നെഹി പഠേഗ. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അവൻ പഠിക്കുമോ? ക്യാ വഹ് പഠേഗ. ക്യാ വഹ് പഠേഗ അവൻ പഠിക്കുമോ? ക്യാ വഹ് പഠേഗ. പൂർണ്ണ ഭവിഷ്യകാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അപൂർണ്ണ ഭവിഷ്യകാൽ ഭാവിയിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാവും എന്ന് സൂചിപ്പിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുകയാവും ഫ്യൂച്ചറിൽ. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാവും. വഹ് പഠ് രഹാ ഹോഗ. വഹ് പഠ് രഹാ ഹോഗ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാവില്ല. വഹ് നെഹി പഠ് രഹാ ഹോഗ. വഹ് നെഹി പഠ് രഹാ ഹോഗ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാവുമോ? ക്യാ വഹ് പഠ് രഹാ ഹോഗ. ക്യാ വഹ് പഠ് രഹാ ഹോഗ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാവുമോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ടെൻസ് സിമ്പിൾ ആയിട്ടാ പറഞ്ഞു തന്നെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.